ഇൻഡോ പസഫിക് മേഖലയിലെ സഹകരണത്തിനും ഇന്ത്യയുടെ നാവിക നയതന്ത്രത്തിലും പുതിയ ഏടിനാണ് ഇന്ന് ബംഗാൾ ഉൾക്കടൽ സാക്ഷ്യം വഹിച്ചത്. ഇത്തവണത്തെ ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിൽ 72 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. 60ഓളം യുദ്ധക്കപ്പലുകളാണ് ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിന്റെ ഭാഗമായത്. 19 വിദേശ രാജ്യങ്ങളിലെ കപ്പലുകളും ഈ ഫ്ലീറ്റ് റിവ്യൂവിന്റെ ഭാഗമായി. അമേരിക്ക, ഓസ്ട്രേലിയ, ജർമ്മനി, റഷ്യ, ഇറാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ യുദ്ധക്കപ്പലുകൾ ഈ ഫ്ലീറ്റ് റിവ്യൂവിൽ അണിനിരന്നു. പരസ്പരം പോരടിക്കുന്ന അമേരിക്കയും ഇറാനും ഈ ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുത്തു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ ഫ്ലീറ്റ് റിവ്യൂവിനുണ്ട്. നാവിക മേഖലയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം തെളിയിക്കുന്ന ഒരു ഫ്ലീറ്റ് റിവ്യൂവിനായിരുന്നു ഇന്ന് ബംഗാൾ ഉൾക്കടൽ വേദിയായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തായിരുന്ന INS വിക്രാന്ത് ഉൾപ്പെടെ നിരവധി പടക്കപ്പലുകളാണ് ഈ ഫ്ലീറ്റ് റിവ്യൂവിൽ അണിചേർന്നത്. 3 അന്തർവാഹിനികളും ഈ ഫ്ലീറ്റ് റിവ്യൂവിൽ അണിനിരക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിന് പുറമെ എക്സസൈസ് മിലാനും വിശാഖപട്ടണത്ത് നാളെ ആരംഭിക്കുന്നതാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് എക്സസൈസ് മിലാൻ നാളെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. 50ഓളം രാജ്യങ്ങളിലെ നാവികസേനകളാണ് ഈ എക്സസൈസ് മിലാനിൽ പങ്കെടുക്കുന്നത്. ഏതായാലും നാവിക സഹകരണത്തിൽ ഇന്ത്യയുടെ പുതിയ ഒരു ചരിത്രത്തിനാണ് ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവും എക്സസൈസ് മിലാനും വേദിയാകുന്നത്. INS സാവിത്രിയിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് കൃഷ്ണനൊപ്പം B ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.